ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിക്കാൻ റെഡിയായിരിക്കുന്ന നിങ്ങളെ ചിരിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. അതിനു മുമ്പായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് പനമ ബാബു, നാദിർ ഷാ, KS പ്രസാദ്. കാവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയേറി കരിവല വീശാൻ പോയോനെ മലകുറവ മലകുറവ മലകുറവ. Once more please. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 മലകുറവ 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 1 2 3 4 1 2 3 4 1 2 3 4 ആ 1 2 3 4 1 2 3 4 മലകുറവ മലകുറവ. എന്റെ പേര് പാവുമ്പ പങ്കൻ. സാർ, എന്തുകൊണ്ടാണ് സാറിനെ പാവുമ്പ പങ്കൻ എന്നറിയപ്പെടുന്നത്? എന്നെ കാണുമ്പോൾ തന്നെ ഞാനൊരു പാവമല്ലേ, അതുകൊണ്ട് നാട്ടുകാരെല്ലാം പങ്കായം കൊണ്ട് എന്റെ പുറേനിട്ട് ഓടിക്കും. അങ്ങനെയാണ് പാവുമ്പ പങ്കൻ എന്നുള്ള പേര് എനിക്ക് വീണത്. ഇവിടെ എന്തുവാ പ്രശ്നം? സാർ, ഇവിടെ ഒരു കുട്ടിയെ കാണാനില്ല, അതാണ് പ്രശ്നം. ഈ കുട്ടിയുടെ കൂടാരം കൊണ്ടുവന്നില്ലയോ? കുട്ടിയുടെ കൂടാരം? ഈ കുട്ടിയുടെ വേറെ കൂടെ കുട്ടികൾ ആരും വന്നില്ലയോ? പെട്ടെന്ന് ഈ കുർത്തി വേഷമൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴും എൻ്റെ കുറച്ച് പഴയ കാലമൊക്കെ ഞാൻ പുറകോട്ട് പോയി. അതോടൊപ്പം തന്നെ ഈ കാവേരിപ്പുഴയിൽ എന്ന് പറഞ്ഞ ഡാൻസ് ചേച്ചിയെ ബാബുചേട്ടൻ തട്ടിക്കൊണ്ടുപോയതാണ് ഇതുപോലെ. അന്ന് ആ വേദിയിൽ നിന്ന് നേരെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. കാവേരിപ്പുഴയിൽ കളിവീട്ടി തോണിയിൽ കരിവല വീശാൻ പോയവനെ മലയരയ എൻ്റെ മാനഴകായി നീ കല്യാണമാലയിട്ടൊരു പെൺമണി ഞാൻ, പട്ടുപുല്ലാങ്കുഴലൂതി നടന്നൊരു പെൺമണി ഞാൻ. വാസന്തിയില്ലേ പെൺമക്കളില്ലേ കോട്ടവർക്കില്ല എൻ രാമു, വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടു ഞാൻ കോട്ടനിക്കല്ല എൻ രാമു. അങ്ങേതിയിലെ അച്ഛൻ മരിച്ചിട്ട് 4-5 നാളു കഴിഞ്ഞിടും മുമ്പ് മുൻമന്ത്രി ഒന്നു ചിന്തിച്ചിട്ട് അമ്മയോടായി കൈകൾ കൂപ്പി പറഞ്ഞു, മുഖ്യനെ കാണും ഞാൻ കട്ടായം ഈ ദിനത്തിൽ, മുഖ്യനെ ഞാൻ കണ്ടു പറഞ്ഞിടും പെൻഷൻ ഉടനെ കിട്ടും. സ്റ്റേജ് ഐറ്റം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ടീം രസതന്ത്രം. ഈ മൈക്കൊക്കെ പിടിച്ചോണ്ട് എവിടെ പോവാ? അളിയെ 39 സ്കൂൾ കലോത്സവം തുടങ്ങുമല്ലോ, അപ്പൊ അതിന്റെ ഫുൾ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലാ, റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാഴ്ച പണിക്ക് പോകുന്നില്ല. അതെന്നാടാ, ഞാൻ കലോത്സവം കാണാൻ വേണ്ടി പോവാ. നമ്മള് റിയാലിറ്റി ഷോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമല്ലോ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടുന്ന് കിട്ടുമെന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൊരണ്ടാം, അതൊക്കെ പറയണം, നാട്ടുകാർ കേൾക്കുമെന്ന്. അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരൊന്നും അറിയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് കലോത്സവം കാണാൻ പോയാലോ? ശരി, നമുക്ക് ഒരുമിച്ച് യാത്ര ഒരുമിച്ച് പോവാം. ആറാളിയാ. 39ാമത് ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള കലാമത്സരങ്ങൾ വേദികളിൽ ആരംഭിക്കുകയാണ്. വേദി 1-ൽ നാടോടി നൃത്ത മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നു. 9ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു, 9ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. ഈശ്വരാ, എന്റെ ദൈവമേ, ഈ കൊച്ചിവിടെ പോയി കിടക്കുന്നു. മിനിക്കുട്ടി, മോളെ ജസ്റ്റ് നമ്പർ വിളിക്കാൻ. ഓ, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നല്ലോണം പഠിച്ചോണം. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നല്ലോണം ഫസ്റ്റ് വാങ്ങിച്ച് വന്നില്ലെങ്കിലുണ്ടല്ലോ വന്നില്ല പിത്തോലി ഞാൻ പിച്ചെടുക്കും കേട്ടോ. ഒന്നുകൂടി കാണിച്ചില്ല, നേരെ ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് തന്നെ വാങ്ങിച്ചോണം, ഇല്ലെങ്കിൽ അറിയാമല്ലോ എന്നെ. കാവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയേറി കരിവല വീശാൻ പോയോനെ മലകുറവ മലകുറവ മലകുറവ. Once more please. കാവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയേറി കരിവല വീശാൻ പോയി. കരി വീട്ടിൽ നിന്ന് തോണില്ലായിരുന്നൊക്കെ മതി. എന്റെ കുഞ്ഞ് ഇപ്പൊ കുച്ചിപ്പിടിക്കുള്ള ചെസ്റ്റമ്പർ വിളിക്കും, ഇങ്ങോട്ട് വാ. ഞാൻ മറ്റേ തട്ടത്തിൽ കയറുന്ന വെച്ച് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അവിടുന്ന് വീണ്ടും ഇറങ്ങിയിട്ട് 1 2 3 4 1 2 3 4 1 2 3. എന്നെ കൊല്ലാനല്ല പറഞ്ഞത്, ടീച്ചറേ, കുച്ചിപ്പിടി മത്സരം നാടോടി നൃത്തം കഴിഞ്ഞിട്ട് ആദ്യം നാടോടി നൃത്തം. ഒന്നുകൂടി. നാടോടിപ്പുഴയിൽ കരിവീട്ടി തോണിയേറി കരിവല വീശാൻ പോയോനെ നാളെ വീശായിരുന്നല്ല, ഇങ്ങോട്ട് വൈദ്യുതി പഠിക്കാതെ കളിക്കങ്ങോട്ടെ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 മലകുറവ 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 1 2 3 4 1 2 3 4 1 2 3 4 ആ 1 2 3 4 1 2 3 4 മലകുറവ മലകുറവ മലകുറവ. പോയി ജസ്റ്റ് നമ്പർ
വാങ്ങിച്ച് കളിക്ക് പോ. ചെല്ല്. പിന്നെ കുച്ചിപ്പുടി പ്രാക്ടീസ് ചെയ്താൽ മതി. അല്ല പിന്നെ എന്റെ പിള്ളേർക്ക് ഫസ്റ്റ് വാങ്ങിക്കാൻ ചില ടീച്ചർമാർ സമ്മതിക്കത്തില്ല. അവർക്ക് വേണം ഫസ്റ്റ്. നമസ്കാരം സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഗ്രേംസ് ടിവിയുടെ റിപ്പോർട്ടറാ. പേര് സുഗു. ഓ, ഗ്രേംസ് ടിവിയിൽ ഗ്രേംസ് മാത്രമേ ഉള്ളൂ. ഗ്രേംസ് മാത്രമല്ല, കാരൻസ് കളിയുണ്ട്. ഓ, അത് മതി. സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാം നമ്പർ വേദിക്കരികിൽ നിന്നാണ്. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് ചടുലമായ നൃത്ത ചുവടുകളിലൂടെ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും ഒരുപാട് കൊടുമുടിയിലെത്തിച്ച ഒരു നൃത്ത അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സാർ, എന്താണ് സാറിന്റെ പേര്? എന്റെ പേര് പാവുമ്പ പങ്കൻ. സാർ, എന്തുകൊണ്ടാണ് സാറിനെ പാവുമ്പ പങ്കൻ എന്നറിയപ്പെടുന്നത്? എന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാനൊരു പാവമല്ലേ. അതുകൊണ്ട് നാട്ടുകാരെല്ലാം പങ്കായം കൊണ്ട് എന്റെ പുറേനിട്ട് ഓടിക്കും. അങ്ങനെയാണ് പാവുമ്പ പങ്കൻ എന്നുള്ള പേര് എനിക്ക് വീണത്. സാർ മലയാള സിനിമയ്ക്ക് ഒരുപാട് നടിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ സാർ? തീർച്ചയായും. അത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. ആരൊക്കെയാണ് സാർ ആ താരങ്ങൾ? ചെറുക്കൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. മഞ്ജു വാര്യര്, ദിവ്യ ഉണ്ണി, നവ്യ നായർ, കാവ്യ മാധവൻ, പൊന്നമ്മ ബാബു, സുബി സുരേഷ്, ഷാലു മേനോൻ. സാർ, ഇപ്പോഴും ഇവരൊക്കെ സാറിനെ കാണുമ്പോൾ ഇവർക്ക് സാറിനോടുള്ള സ്നേഹ പ്രകടനം എങ്ങനെയാണ്? അയ്യോ, എന്റെ തലവട്ടം കണ്ടാൽ ഉടൻ തന്നെ ഇവരെല്ലാം കൂടി ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്യും. അപ്പോൾ സാർ, ഈ ഷാലു മേനനും താങ്കളെ കാണുമ്പോൾ ഓടി വന്ന് ആലിംഗനം ചെയ്യും എന്നാണോ താങ്കൾ പറയുന്നത്? ഷാലുമേനൻ എന്നെ കാണുമ്പോൾ ഓടി വരും. അപ്പോൾ ഞാൻ ഓടി ഒളിക്കും. അതെന്താണ് സാർ ഷാലു മേനനെ കാണുമ്പോൾ താങ്കൾ ഓടി ഒളിക്കും? അല്ലെങ്കിൽ എന്റെ ഊപ്പാട് വരും. എനിക്കങ്ങ് മയ്യ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം മടത്തറ ശാന്ത. സാർ, അതല്ല, സാറിന് നൃത്തകലാരൂപങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഇനം ഏത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അത് നാടോടി നൃത്തവാ. സാറിന് നാടോടി നൃത്തം ഇഷ്ടപ്പെടുവാനുള്ള ഒരു സാഹചര്യം കാരണം എന്താണ്? ഈ നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ മാത്രം തികയില്ല. ഈ നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് നൃത്തം ചെയ്യാം. അങ്ങനെയാണ് ഈ നാടോടി നൃത്തം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാറിന് ഈ സംഗീത ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഉപകരണമാണ്? പുല്ലാങ്കുഴൽ.